നമസ്കാരം. സ്പീഡ് ന്യൂസ്. കടന്നൽ കുത്തേറ്റ് ചികിത്സയിലായിരുന്ന +2 വിദ്യാർത്ഥി മരിച്ചു. തളിക്കുളം സ്വദേശി 17 വയസ്സുള്ള അനന്തു കൃഷ്ണനാണ് മരിച്ചത്. ഗുണ്ടാ നേതാവിന്റെ നേതൃത്വത്തിൽ പാർട്ടി സംഘടിപ്പിച്ചത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതിൽ പോലീസ് നടപടികൾ തുടരുന്നു. റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ പ്രതിമാസ പരിശോധന നടത്തി പോലീസ്. പാലപ്പള്ളി കുണ്ടായി ചൊക്കന പ്രദേശത്ത് വീണ്ടും പുലിയിറങ്ങി. രാത്രി പട്രോളിംഗിനിറങ്ങിയ വനപാലകരാണ് റബ്ബർ തോട്ടത്തിൽ പുലിയെ കണ്ടത്. പ്രദേശത്ത് കൂടുതൽ പുലികൾ ഉണ്ടെന്ന് ആശങ്ക. സംസ്ഥാനത്ത് നാളെ മുതൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പൊതുജന പങ്കാളിത്തത്തോടെ നാളെയും മറ്റന്നാളും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ആഹ്വാനം. മൂർക്കനാട് ഇരട്ട കൊലപാതക കേസിലെ 2 പ്രതികൾ കൂടി പിടിയിലായി. പുറത്തുശ്ശേരി സ്വദേശികളായ തേറാട്ടിൽ വീട്ടിൽ അഭിഷേക്, പടാട്ടി വീട്ടിൽ ഡിവിൻ എന്നിവരാണ് അറസ്റ്റിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 16ആയി. പുതുക്കാട് തെങ്ങ് മുറിക്കുന്നതിനിടെ ദേഹത്ത് വീണ് തൊഴിലാളി മരിച്ചു. പുതുക്കാട് വടക്കേത്തുറവ് കൊടിയൻ വീട്ടിൽ 64 വയസ്സുള്ള വിൽസനാണ് മരിച്ചത്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരന് തെരുവനായയുടെ കടിയേറ്റു. തുമ്പൂർ സ്വദേശി സ്കറിയയ്ക്കാണ് തെരുവനായയുടെ കടിയേറ്റത്. CPMന്റെ തൃശൂർ ഏരിയ കമ്മിറ്റിയിലെ പരസ്യ ആരോപണങ്ങളിൽ പാർട്ടി അന്വേഷണത്തിന് നിയോഗിച്ച 2 അംഗ സമിതി തെളിവെടുപ്പ് തുടങ്ങി. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ബിന്നി ഇമ്മട്ടിയും അനൂപ് ഡേവിസ് കാടയും തമ്മിലുള്ള പരസ്യ ആരോപണങ്ങളിലാണ് അന്വേഷണം. ദേശീയ ഡെങ്കിപ്പനി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി കടങ്ങോട് പഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉറവിട നശീകരണ സ്ക്വാഡ് പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. കേരള ഫുട്ബോൾ അസോസിയേഷൻ സീനിയർ വൈസ് പ്രസിഡന്റും അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയുമായ ഡേവിസ് മൂക്കൻ അന്തരിച്ചു. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗമാണ്. മൈലിപ്പാടത്ത് കാൽനട യാത്രക്കാരിയുടെ 4 പവന്റെ സ്വർണ്ണമാല ബൈക്കിലെത്തിയ സംഘം കവർന്നു. മൈലിപ്പാടം സ്വദേശി തച്ചിൽ വീട്ടിൽ അബ്രഹാം ഭാര്യ തെരേസയുടെ മാലയാണ് ബൈക്കിലെത്തിയ 2 അംഗ സംഘം കവർന്നത്. മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ 151ാമത് സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് ഞായറാഴ്ച നടക്കും. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 വരെയാണ് ക്യാമ്പ്. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ പാമ്പുകടി പ്രഥമ ശുശ്രൂഷ ശില്പശാല സംഘടിപ്പിച്ചു. KFRI ഡയറക്ടർ ഡോക്ടർ കണ്ണൻ CS വാര്യർ ഉദ്ഘാടനം ചെയ്തു. കാലടി ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടർ സൗമ്യ AS ഫിലോസഫിയിൽ ഡോക്ടറേറ്റ് ലഭിച്ചു. ചിറ്റിലപ്പള്ളി പണിക്കപ്പറമ്പിൽ മനോജിന്റെ ഭാര്യയാണ്. വെല്ലൂരിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ 4 ആടുകൾ ചത്തു. 3 ആടുകൾക്ക് ഗുരുതര പരിക്കേറ്റു. വെല്ലൂർ വെങ്ങിലശ്ശേരി സുഭദ്ര നിവാസിൽ നാരായണൻ നമ്പ്യാരുടെ ആടുകളാണ് ആക്രമണത്തിനിരയായത്. സർക്കാർ സ്കൂളുകൾക്കായി MLA ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ ബസ്സുകൾ പലയിടത്തും തുരുമ്പെടുത്ത് നശിക്കുന്നു. അന്തിക്കാട് ബ്ലോക്കിലെ 3 പഞ്ചായത്തുകളിലായി സർക്കാർ സ്കൂളുകൾക്കായി അനുവദിച്ച ബസ്സുകളാണ് തുരുമ്പെടുത്ത് നശിക്കുന്നത്. കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A മൊയ്തീൻ എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ സന്ദർശനം നടത്തി. പുതിയ അധ്യയന വർഷം ആരംഭിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം. തൃശൂർ സെന്റ് തോമസ് കോളേജ് വിദ്യാർത്ഥികൾക്ക് തിളങ്ങുന്ന നേട്ടം. പ്ലേസ്മെന്റ് നേടിയ വിദ്യാർത്ഥികളെ കോളേജ് മാനേജർ ഫാദർ മാർ ടോണി നീലങ്കാവിൽ അഭിനന്ദിച്ചു. കടവല്ലൂർ കൊരട്ടിക്കരയിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. ചാലിശ്ശേരി കവുക്കോട് സ്വദേശി അറക്കൽ വീട്ടിൽ ഹാരിസനാണ് പരിക്കേറ്റത്. പാഞ്ഞാൾ തോട്ടത്തിൽ മനയിൽ നടന്നുവരുന്ന മഹാകിരാത രുദ്രയജ്ഞം 11ാം ദിനത്തിലേക്ക് കടന്നു. വേട്ടക്കരന്റെ എഴുന്നള്ളിപ്പിൽ 5 ഗജവീരന്മാർ അണിനിരന്നു. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.